മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കുട്ടത്തിന് കുരുക്കിട്ട് യുവതിയുടെ ഗുരുതര മൊഴി. വിവാഹ വാഗ്ദാനം നൽകി ക്രൂര ബലാത്സംഗത്തിനിരയാക്കി. ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചുവെന്നും മറ്റാരുടെയെങ്കിലും ഗർഭമാകുമെന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചുവെന്നും യുവതി പരാതിയിൽ പറയുന്നു. സാമ്പത്തികമായി ചൂഷണം ചെയ്തതിന്റെ രേഖകളും SITക്ക് കൈമാറി. പത്തനംതിട്ട AR ക്യാമ്പിൽ ചോദ്യം ചെയ്യുന്ന രാഹുലിനെ ഉടൻ മാജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. പാലക്കാട്ടെ ഹോട്ടലിൽ നിന്നും അതീവ രഹസ്യമായിട്ടാണ് SIT സംഘം രാഹുലിനെ കസ്റ്റഡിയിൽ എടുത്തത്. വിവരങ്ങളുമായി റോഷിപാൽ, റഹീസ് റഷീദ്, ഇക്ബാൽ അറക്കൽ, TV പ്രസാദ്, ഹരിമോഹൻ, AV ജയശങ്കർ എന്നിവരാണ്. ആദ്യം റോഷിപാലിലേക്കാണ്. റോഷിപാൽ, ഇതിപ്പോൾ പുറത്തേക്ക് വരുന്ന മൂന്നാമത്തെ പരാതി, അല്ലെങ്കിൽ പോലീസിലെത്തുന്ന മൂന്നാമത്തെ പരാതിയാണ്. നേരത്തെയുള്ള പരാതികളുമായി സമാന സ്വഭാവമുള്ള പരാതിയാണോ ഈ പരാതിയും, അതോ അതിലും ഗുരുതരമാണോ? എന്താണ് നമുക്കിപ്പോൾ അറിയാനാകുന്നത് റോഷിപാൽ? സ്മൃതി, നേരത്തെ വന്ന രണ്ട് പരാതിയേക്കാൾ ഗുരുതരമാണ് മൂന്നാമത്തെ പരാതി എന്നാണ് നമുക്ക് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മേധാവിയായ G. പൂങ്കുഴലിക്ക് നേരിട്ടാണ് ഈ പരാതി ലഭിക്കുന്നത്. പരാതി ലഭിച്ചതിന് പിന്നാലെ തന്നെ രഹസ്യമായി മൊഴി രേഖപ്പെടുത്തി അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് പോയി. പ്രാഥമിക പരിശോധനയിൽ തന്നെ തെളിവ് ശേഖരണത്തിലേക്കാണ് അന്വേഷണ സംഘം കടന്നത്. അതിൽ ഫോൺ വിശദാംശങ്ങളടക്കം ശേഖരിച്ചു. ഈ പീഡനം നടന്ന ഇടത്ത് രാഹുൽ മാങ്കുട്ടത്തിലും പെൺകുട്ടിയും എത്തിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തി. അതിനൊപ്പം ആ ഹോട്ടലിലെ രജിസ്റ്റർ ഉൾപ്പെടെയുള്ള രേഖകൾ ശേഖരിച്ചു. അതിനുശേഷമാണ് FIR രജിസ്റ്റർ ചെയ്യുന്ന നടപടിയിലേക്ക് കടന്നതും. അതും രഹസ്യമായി തന്നെയാണ് സൂക്ഷിച്ചത്. അങ്ങനെ സംസ്ഥാന പോലീസ് മേധാവിയുടെ അനുമതി വാങ്ങിയതിനു ശേഷമാണ് അറസ്റ്റ് നടപടികളിലേക്ക് കടന്നത്. നിലവിൽ ഡിജിറ്റൽ തെളിവുകളടക്കം രാഹുൽ മാങ്കുട്ടത്തിനെതിരെയുള്ള അതീവ ഗുരുതരമായ തെളിവുകളാണ് പോലീസ് സംഘത്തിന് കൈവശം ലഭിച്ചതെന്നാണ് അറിയുന്നത്. ഈ പെൺകുട്ടി തന്നെ പ്രധാനപ്പെട്ട തെളിവുകൾ കൈമാറിയിട്ടുണ്ട്. പെൺകുട്ടിയെ രാഹുൽ മാങ്കുട്ടത്തിൽ വിവാഹ വാഗ്ദാനം നൽകി. സൌഹൃദമായിരുന്നു, അത് പ്രണയമാകുന്നു. കല്യാണം കഴിക്കണമെന്ന് തീരുമാനിച്ചതിനു ശേഷം കുട്ടിയുണ്ടായാൽ മാത്രമേ അത് കുടുംബം, ബന്ധുക്കൾ അത് അംഗീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ ബന്ധം ഗാഢമാകണമെങ്കിൽ കുട്ടി വേണം എന്ന് പറഞ്ഞ് കുട്ടിയെ വിശ്വസിപ്പിച്ച് ഗർഭം ധരിക്കുന്നു. അതിനുശേഷം ആ ബന്ധം ഏർപ്പെടുത്താനുള്ള നീക്കം രാഹുൽ മാങ്കുട്ടത്തിൽ തുടങ്ങുകയും ചെയ്തു. ഗർഭിണിയായതിനു ശേഷമാണ് ആ ബന്ധം ഏർപ്പെടുത്താൻ ശ്രമിച്ചത്. പലതവണയായി പണം കൈപ്പറ്റുകയും ചെയ്തു. സാമ്പത്തിക ചൂഷണം പലവട്ടം നടന്നു. ചെരുപ്പ് വാങ്ങാൻ 10,000 രൂപ രാഹുൽ മാങ്കുട്ടത്തിൽ നിന്നും വാങ്ങുന്നു. വസ്ത്രം വാങ്ങാനെന്ന വ്യാജേനെ പലവട്ടം പണം വാങ്ങുന്നു. സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്ക് വേണ്ടി പണം ചോദിക്കുന്നു. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിദേശത്തടക്കം എത്തിക്കാൻ വേണ്ടി പെൺകുട്ടിയോട് പറയുന്നു. അങ്ങനെ ആ പെൺകുട്ടി എത്തിച്ചു കൊടുക്കുന്നു. പിന്നീട് പാലക്കാട്ട് MLA ആയതിനു ശേഷം ഒരുമിച്ച് ജീവിക്കാം, അതിന് ഫ്ളാറ്റ് വാങ്ങണം, പണം ചെലവഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പെൺകുട്ടി ഫ്ളാറ്റ് വാങ്ങാനായി പാലക്കാട്ടും എത്തിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വടകരയിലേക്ക് വരാൻ നിർബന്ധിച്ചു. ആ പെൺകുട്ടി പക്ഷേ അന്ന് പോയിരുന്നില്ല. അങ്ങനെ പലവട്ടം പലയിടങ്ങളിൽ വിളിച്ചെങ്കിലും പെൺകുട്ടി പോയില്ല. ആദ്യ പീഡനം തന്നെ അതിക്രൂരമായിരുന്നു എന്നാണ് മൊഴി. ക്രൂരമായ പീഡനത്തിൽ ശരീരത്തിലാകമാനം മുറിവുകൾ സംഭവിച്ചു, മർദ്ദിച്ചു, ദേഹോപദ്രവമേൽപ്പിച്ചു, മുഖത്ത് തുപ്പി, അങ്ങനെ തുടങ്ങിയ ഏറ്റവും ക്രൂരമായ രീതിയിൽ രാഹുൽ മാങ്കുട്ടത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടികൾ ഉണ്ടായി എന്നാണ് ആ മൊഴിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെയുള്ള ക്രൂരമായ പീഡനത്തിനൊടുവിൽ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. പുറത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞാൽ സഹോദരിയുടെ വിവാഹം മുടക്കും, കുടുംബത്തെ ജീവിക്കാൻ അനുവദിക്കില്ല, പിതാവിനെ അപായപ്പെടുത്തും. അങ്ങനെ നിരന്തരം ഭീഷണിയായിരുന്നു. ആ ഭീഷണിയിൽ ഭയന്ന പെൺകുട്ടി മിണ്ടാതിരുന്നു. ഒടുവിൽ 2 പരാതികളിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം മുന്നോട്ട് പോയ ഘട്ടത്തിലാണ് രാഹുൽ മാങ്കുട്ടത്തിൽ പ്രതിരോധത്തിലായെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഈ പെൺകുട്ടിയും പരാതിയുമായി എത്തുന്നത്. ഈ പെൺകുട്ടി പൂർണ്ണമായും ആത്മവിശ്വാസത്തോടെയാണ് പരാതി നൽകി മുന്നോട്ട് വന്നത്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് സംഘം ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി കൃത്യമായി സുരക്ഷിതമായി വെച്ചുകൊണ്ട് നേരത്തെ ഉണ്ടായ സൈബർ ആക്രമണങ്ങൾ അത് ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലെടുത്തുകൊണ്ട് രഹസ്യമായി രാഹുൽ മാങ്കുട്ടത്തിനെ അറസ്റ്റ് ചെയ്യുന്നത്. കാരണം തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ട്, സാക്ഷികളെ ഭീഷണിപ്പെടുത്താൻ സാധ്യതയുണ്ട്. എല്ലാ സാധ്യതകളും അടക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് വളരെ വേഗത്തിൽ കസ്റ്റഡിയിലെടുത്തത്. രാഹുൽ മാങ്കുട്ടത്തിന്റെ മൊബൈൽ ഫോണും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഐഫോണാണ് കസ്റ്റഡിയിലെടുത്തത്. ഐഫോൺ അതിന്റെ പാസ്വേഡ് നൽകാൻ രാഹുൽ മാങ്കുട്ടത്തിൽ തയ്യാറായില്ല. ആ പാസ്വേഡ് നൽകാത്ത സാഹചര്യത്തിൽ അത് സൈബർ പോലീസ് അത് ഫോറൻസിക് ലാബിലേക്ക് ആ ഫോൺ അയക്കേണ്ടി വരും. ഫോറൻസിക് ലാബിൽ വിശദമായി പരിശോധന നടത്തേണ്ടി വരും. കാരണം ആദ്യത്തെ പരാതികളിലുള്ള പെൺകുട്ടികളുടെ നഗ്ന ദൃശ്യങ്ങളടക്കം രാഹുൽ മാങ്കുട്ടത്തിൽ മൊബൈൽ സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന സംശയമുണ്ട്. കാരണം ആദ്യത്തെ പെൺകുട്ടിയെ നഗ്ന ദൃശ്യങ്ങൾ ഭീഷണിപ്പെടുത്തി ചിത്രീകരിക്കും, പിന്നീട് ബ്ലാക്ക് മെയിലിംഗിന് വേണ്ടി നഗ്ന ദൃശ്യങ്ങൾ ഉപയോഗിച്ചു എന്നടക്കം മൊഴിയുണ്ട്. അതുകൊണ്ട് വളരെ ഗൌരവത്തോടെയാണ് ആ മൊഴികൾ കണ്ടുകൊണ്ട് ഈ കേസിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ ആ ദൃശ്യങ്ങളടക്കം വീണ്ടെടുക്കാനുള്ള നീക്കമുണ്ടാകും. ഇനി മറ്റേതെങ്കിലും ഡിവൈസിൽ ഈ ദൃശ്യങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടോ എന്നും വ്യക്തമല്ല. ഏതായാലും രാഹുൽ മാങ്കുട്ടത്തിലെ അറസ്റ്റ് ചെയ്ത KPM ഹോട്ടലിലെ പാലക്കാട്ടെ ഈ KPM ഹോട്ടലിലെ ആ മുറി അത് അടച്ചുപൂട്ടിയിരിക്കുകയാണ്. 2 ചാവിയും
അന്വേഷണ സംഘം കൈവശപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ വിശദമായ പരിശോധന നടത്തും. കാരണം അവിടെ മറ്റെന്തെങ്കിലും ഡിവൈസുകൾ രാഹുൽ മാങ്കുടത്തിൽ സൂക്ഷിച്ചിട്ടുണ്ടോ എന്നത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റ് തെളിവുകൾ ശേഖരിക്കുന്ന ഭാഗമായി പിന്നീട് ആ മുറിയിൽ അന്വേഷണ സംഘം വിശദ പരിശോധന നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ആ മെഡിക്കൽ പരിശോധനയ്ക്കായി രാഹുൽ മാങ്കുടത്തിനെ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. അതിന്റെ തയ്യാറെടുപ്പുകളാണ് കൂടുതൽ പോലീസുകാർ ഇവിടെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഇടത്തും ഒപ്പം ജനറൽ ആശുപത്രിയിൽ കൂടുതൽ പോലീസുകാരെ അങ്ങോട്ടേക്ക് അയക്കുന്നുണ്ട്. അതിനുശേഷം മജിസ്ട്രേറ്റിന്റെ വസതിയിലേക്ക് രാഹുൽ മാങ്കുടത്തിനെ കൊണ്ടുപോകും. റിമാൻഡ് റിപ്പോർട്ടും ഒപ്പം കസ്റ്റഡി റിപ്പോർട്ടും തയ്യാറായി കഴിഞ്ഞു എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. സ്മൃതി, ശരി, സമാനമായ കേസുകളല്ല, അല്പം കൂടി ഗുരുതരം എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ റോഷിപാൽ നൽകുന്നത്.